പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ലോകത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ കുറവലങ്ങാട് ദേവാലയത്തിൽ വെച്ച് അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു പ്രസംഗം വിവാദമായി കേരളത്തിനു പുറത്തും കത്തിപ്പടരുമ്പോൾ, രണ്ടു പക്ഷമായി നിൽക്കുമ്പോൾ ഞാൻ 100% വിശ്വസിക്കുന്നു പിതാവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. കാരണം സഭയുടെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ സഭയുടെ ചരിത്രത്തിലും സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അനേകം വർഷമായിട്ടുള്ള പ്രത്യേകിച്ച് ലൗകികാത്, അതുപോലെ തിന്മയുടെ സ്വാധീനങ്ങൾ, സഭയെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാനുള്ള ഈ സഭാവിരുദ്ധ ശക്തികളുടെ നിഗൂഢ നീക്കങ്ങൾ തുറന്നു കാട്ടുവാൻ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവുമാണ് പിതാവിൻ്റെ അതരത്തിലൂടെ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തോന്നിയാലും ഞാൻ 1-2 കാര്യങ്ങൾ പറയുകയാണ്. പ്രത്യേകിച്ച് ഈ വിവാഹത്തെക്കുറിച്ചുള്ള അനേകം സംഭവങ്ങൾ 2 വാദമായിട്ട് നടക്കുമ്പോൾ നിങ്ങളോടെല്ലാം ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് സഭയിലെ മക്കൾ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ കൂടാതെ നമുക്ക് ഈ യുദ്ധത്തിന് ജയിക്കാൻ പറ്റില്ല. നമ്മൾ ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും, രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടുപിടിച്ചാലും, ഇതര സംഘടനയെ കൂട്ടുപിടിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോകും. സഭയുടെ ചരിത്രം 2000 വർഷത്തെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സഭയെ തകർക്കാൻ വേണ്ടി നമുക്കറിയാം 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി, പിടിച്ചടക്കാൻ വേണ്ടി തുർക്കി സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള തുർക്കി പടയാളികൾ 80,000 തുർക്കി സൈന്യവും 20,000 ക്രൈസ്തവ സൈന്യവും തമ്മിൽ ലെപ്പോൻഡോ എന്ന് പറയുന്ന കടലിൽ വെച്ച് യുദ്ധം നടക്കുകയാണ്. പ്രത്യേകിച്ച് ആധുനിക സൗകര്യമുള്ള എല്ലാ പടക്കോപ്പും പീരങ്കിയും ആയുധങ്ങളും കൊണ്ട് തുർക്കി സുൽത്താൻ്റെ മുസ്ലിം സൈന്യത്തിന്, ക്രൈസ്തവ സൈന്യത്തിന് വലിയ ആയുധങ്ങളില്ല. ഈ സമയത്ത് സഭയെ നയിച്ച മാർപ്പാപ്പയാണ് പിയൂസ് 5-ാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്കറിയാം സഭ പരാജയപ്പെടും, ഇസ്ലാമിക് ശക്തികൾ യൂറോപ്പിനെ കീഴടക്കും. അദ്ദേഹം ചെയ്തൊരു കാര്യം, വേറെ സംഭവത്തിനൊന്നും പോയില്ല. അദ്ദേഹം മുട്ടുകുത്തി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജപമാല എടുത്തിട്ട് അമ്മ മാതാവേ സഭയെ രക്ഷിക്കാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളും വൈദികരും സമർപ്പിതരും മാർപ്പാപ്പയോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലി. പ്രത്യേകിച്ച് ആ യുദ്ധത്തിൽ ക്രൈസ്തവ സൈന്യം അമ്പെ പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കടലിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെട്ട് തുർക്കി സൈന്യത്തെ തകർത്തില്ലായിരുന്നെങ്കിൽ 15-ാം നൂറ്റാണ്ട് മുതൽ തുർക്കി സൈന്യത്തിന് കീഴിൽ മുസ്ലിം രാജ്യമായി യൂറോപ്പ് മാറുമായിരുന്നു. അതിനുശേഷമാണ് ലുത്തീനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ മാതാവ് എന്ന പേരിട്ടത്. രണ്ടാമത് ഹംഗറിയിലെ ഒരു കത്തീഡ്രലാണ് സെൻറ്റ് മാത്യൂസ് കത്തീഡ്രൽ. അത് മുസ്ലിം മോസ്കായി മാറി ആ മോസ്ക് തിരിച്ചു പിടിച്ചത് ജപമാല പ്രാർത്ഥനയിലാണ്. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ, അഴുകാത്ത നാവിന് ഉടമസ്ഥനായ അത്ഭുത പ്രവർത്തകൻ അന്തോനീസ് പുണ്യാളനെ മാമോദിസ മുഖ്യ ലിസ്ബൺ കത്തീഡ്രൽ ദേവാലയം പിടിച്ചടക്കി മുസ്ലിം മോസ്കായി മാറിയപ്പോൾ അത് തിരിച്ചു പിടിച്ചത് ജപമാല പ്രാർത്ഥന മരിയ ഭക്തിയിലാണ്. ഹംഗറി മുസ്ലിം രാജ്യമായി ആ തിരിച്ചുപിടി യൂജിൻ രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ സൈന്യത്തിന് ജപമാല ശക്തിയാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി. അതുകൊണ്ടാണ് വിശുദ്ധ യൗപ്രാസ്യമ്മയോട് പിശാച് നേരിട്ട് വന്ന് പറയുന്നത്, നീ യേശുവിനെയും മറിയത്തെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും വേദന തോന്നിയത്, പ്രത്യേകിച്ച് ഈ സംവാദം ഉണ്ടാകുമ്പോൾ പല രാഷ്ട്രീയക്കാരും നമ്മളെ സഹായിക്കാനുള്ള വ്യാജേന വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ യുദ്ധം ആയുധമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ 1-2 കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇസ്ലാം മത തീവ്രവാദത്തെ നമ്മൾ എതിർക്കണം. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ക്രൈസ്തവ സഭ വേട്ടയാടുന്നുണ്ട്. പ്രത്യേകിച്ച് നൈജീരിയയിൽ ഒരു ദിവസം 17ഓളം പേര് കൊല്ലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3000-ഓളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബക്കഹറാം, ഫുലാനി എന്ന് പറയുന്ന ഇസ്ലാം തീവ്രവാദികൾ, അൽ-ഖ്വയ്ദ, താലിബാനിസം അഫ്ഗാനിസ്ഥാനിൽ കാണുന്നുണ്ട്. അതുപോലെ യൂറോപ്പിലേക്ക് കടന്നു വരുന്നവർ ആക്രമിക്കുന്നത്, ആക്രമണവും അരാജകത്വവും പിശാചിലെ തന്നെയാണ്. നമ്മളതിനെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ എതിർക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തീവ്രവാദത്തെ നമ്മൾ എതിർക്കുമ്പോഴും മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അവർക്ക് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ക്ഷമിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ടാണ് വിജാതീയനായ യഹൂദനായ സാവൂൾ മാനസാന്തരപ്പെട്ടതെങ്കിൽ നമ്മുടെ സഭയുടെ ചരിത്രം എടുത്താൽ 18ഓളം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, വിശുദ്ധ ബഗ്ദ അടക്കമുള്ള 18ഓളം പേര് മുസ്ലിങ്ങളായിരുന്നവർ
കത്തോലിക്ക സഭയിൽ അംഗമായി ഇന്ന് സഭയിലെ വിശുദ്ധരായി മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കേരളത്തിലെ ലോകമുള്ള മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വൈരാഗ്യത്തിൽ മാത്രമല്ല നിൽക്കേണ്ടത്. അതൊരിക്കലും ക്രൈസ്തവതയല്ല. നമ്മളെ പീഡിപ്പിക്കുന്നവരെയും നമ്മുടെ തല വെട്ടുന്നവരെയും കൈ വെട്ടുന്നവരെയും യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നുവെന്ന് മാനസാന്തര അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, പ്രത്യേകിച്ച് ഇസ്ലാം തീവ്രവാദത്തെയും നടക്കുന്ന നാർക്കോട്ടി ജിഹാദിനെയും ലവ് ജിഹാദിനെയും ശക്തിയുക്തം എതിർക്കുന്നതോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ജോഷുവയെ പോലുള്ള അനേകം യുദ്ധവീരന്മാർ സഭയിലുണ്ട്. പക്ഷേ മോശയെപ്പോലെ, ഹൂറിനെ പോലെ, അഹ്റോനെ പോലെ മലയുടെ മുകളിൽ കരം താഴാതെ നിന്ന് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാർ പിന്നിൽ നിൽക്കാതെ എത്തുള്ള കാലം യുദ്ധവീരന്മാർ മാത്രം ഇറങ്ങിയാൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് സഭയെ തകർക്കാൻ വരുന്ന ഈ പൈശാചിക പീഡകളെ തകർക്കാൻ, പ്രത്യേകിച്ച് അഭിവന്ദ്യ കല്ലറങ്ങാട്ട പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നമ്മൾ വിവാദമാക്കുന്നതിന് പകരം നമ്മുടെ കോൺവെൻറ്റുകൾ, നമ്മുടെ വീടുകളിൽ പ്രത്യേകം പ്രാർത്ഥന ഉയരണം. പ്രത്യേകിച്ച് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ 8 നോമ്പെടുത്ത ക്രൈസ്തവരായ നസ്രാണി സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി അമ്മ മാതാവിനോട് ചേർന്ന് 8 നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനകൾ ഉയരണം. പ്രത്യേകിച്ച് സഭയെ തകർക്കുന്ന, സഭയുടെ കുടുംബത്തെ തകർക്കാനുള്ള പൈശാചക്തികളെ തകർക്കാൻ വേണ്ടിയും ചിഹ്ന ഭിന്നമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം വ്യർത്ഥമായി പോരും. അപ്പോൾ ഇവരുടെ മാനസാന്തരം കൂടെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് ഈ വിവാഹത്തിന് ശേഷം നമ്മൾ വിവാഹം എത്തിപ്പെടുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സഭാമക്കളെ ചേർത്ത് വെക്കുന്നു. ആമേൻ.